+1 +2 ബയോളജിയിലെ ചാപ്റ്ററിൻ്റെ ഉള്ളിലുള്ള ഓരോ പോയിന്റുകളും നിങ്ങൾ ലൈൻ ബൈ ലൈൻ വായിച്ച് പഠിച്ചു വെച്ചേക്കല്ലേ. എന്നാൽ സമ്മറിയിൽ ഓരോ ചാപ്റ്ററിൻ്റെ അവസാനമുള്ള സമ്മറിയിലും നമ്മൾ കാണാത്ത ഒരുപാട് പോയിന്റുകളുണ്ട്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ, സമ്മറിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ കുട്ടികൾ സാധാരണ ഔട്ട് ഓഫ് സിലബസ് ആണ്, NCERT ഇല്ലാത്തതാണെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാറുണ്ട്. പക്ഷേ ബയോളജിയിലെ ഒട്ടുമിക്ക ടഫ് ക്വസ്റ്റ്യനുകളും ടഫായി മാറാനുള്ള കാരണം അത് സമ്മറിയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഒട്ടുമിക്ക സന്ദർഭങ്ങളിലും ടഫായിട്ട് മാറാറുള്ളത്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് +1 9 ചാപ്റ്റർ, +2 5 ചാപ്റ്റർ, ടോട്ടൽ 14 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ ബോട്ടണിയിൽ. ആ 14 ചാപ്റ്റേഴ്സിൻ്റെ ഓൾ സമ്മറി പോയിന്റ്സ് ആണ് മക്കളെ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിൽ നമ്മൾ ലിവിങ് വേൾഡ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അതിനകത്തൊന്നുമില്ല, സത്യം അതിൻ്റെ സമ്മറിയിൽ ഒന്നും ഉൾപ്പെടുത്താനില്ല, ഒന്നും പറയാനില്ല. ഉള്ളിൽ എന്തൊക്കെയാണോ അത് തന്നെയാണ് സമ്മറിയിലും പറയുന്നത്. ഉള്ളിലില്ലാത്ത എന്തെങ്കിലും എക്സ്ട്രാ സമ്മറിയിൽ പറയുന്നുണ്ടോ ആ പോയിന്റുകളായിരിക്കും നമ്മളിവിടെ കൂടുതൽ ഡിസ്കസ് ചെയ്യുക കേട്ടോ. ലിവിങ് വേൾഡിൽ അങ്ങനെ ഒന്നുമില്ല, എല്ലാം അറിയുന്നത് തന്നെയാണ്. ബയോളജി ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ഒറ്റ പോയിന്റ് പറയുന്നുണ്ട്, മോസ്റ്റ് ഫഞ്ചൈ ആർ സാപ്രോഫൈറ്റിക് ഇൻ നേച്ചർ. NCERT ഉൾഭാഗത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? മോസ്റ്റ് ഫഞ്ചൈ ആർ എട്രോട്രോഫിക് എന്ന് പറയുന്നുണ്ട്. മോസ്റ്റ് ഫഞ്ചൈ ആർ എട്രോട്രോഫിക്, അത് കറക്റ്റാ. സ്വന്തമായി ഫുഡ് ഉണ്ടാക്കില്ല, ബാക്കിയുള്ളവരെ ആശ്രയിക്കും. എട്രോട്രോഫിക്ക് 3ആയി തിരിക്കാം: സാപ്രോഫൈറ്റിക്, പാരസൈറ്റിക്, സിംബയോട്ടിക്. ഈ 3 ഏറ്റവും കൂടുതൽ ഏതാ? സാപ്രോഫൈറ്റിക്കാ. എല്ലാ ഒട്ടുമിക്ക ഫംഗസും എട്രോട്രോഫിക് ആണ്, കറക്റ്റാ. ആ എട്രോട്രോഫിക്കിൽ ഏറ്റവും കൂടുതൽ ഫംഗസ് ഏതാ കാണിക്കുക? സാപ്രോഫൈറ്റിക് ആണ് കാണിക്കുക. മോസ്റ്റ് ഫംഗസ് ആർ എട്രോട്രോഫിക് എന്ന് പറഞ്ഞിട്ടുണ്ട് NCERT ഉള്ളിൽ. സമ്മറിയിലേക്ക് വന്നപ്പോഴോ മോസ്റ്റ് ഫംഗസ് ആർ സാപ്രോഫൈറ്റിക് എന്ന് പറയുന്നുണ്ട്. എട്രോട്രോഫിക്കിൻ്റെ ഒരു ടൈപ്പാണ് സാപ്രോഫൈറ്റിക്. കറക്റ്റാണ്, രണ്ടും കറക്റ്റാണ്. ഇതാണ് ബയോളജി ക്ലാസിഫിക്കേഷൻ നമുക്ക് പറയാനുള്ളത്. പ്ലാൻ കിണ്ണത്തിൽ നിന്ന് പറയുമ്പോൾ NCERT ക്ലോറോഫൈസിയ, ഫിയോഫൈസിയ, റോഡോഫൈസിയ ഉണ്ട്. ഈ 3 ടൈപ്പ് ആൽഗയായിട്ട് തിരിച്ചത്, ക്ലാസിഫൈ ചെയ്തത് എന്തിൻ്റെ ബേസിലാണ് NCERT ഉൾഭാഗത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ എന്തിൻ്റെ ബേസിലാണ് അവർ സമ്മറിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്? എന്താ? ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് പിഗ്മെൻറ്റ്. അവരിൽ എന്തൊക്കെ പിഗ്മെൻറ്റുകളുണ്ട്, ഡിപ്പെൻഡിങ് ഓഫ് ദ ടൈപ്പ് ഓഫ് സ്റ്റോർഡ് ഫുഡ്. അവർ ഏതൊക്കെ ടൈപ്പ് ഫുഡാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അവരിൽ ഏതൊക്കെ ടൈപ്പ് പിഗ്മെൻറ്റുകളുണ്ട് എന്നതിൻ്റെ ബേസിലാണ് 3 ആൽഗയായിട്ട് തിരിച്ചിട്ടുള്ളത്. ഈ ക്ലാസിഫിക്കേഷൻ്റെ ബേസിസ് ക്രൈറ്റീരിയ ഇവിടാണ് പറയുന്നത്. അത് മാത്രമേ പ്ലാൻ കിണ്ടത്തിൽ പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ഉൾഭാഗത്ത് പഠിച്ചാൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഓരോ ലൈനും ഞാൻ പറഞ്ഞ സമയം കളയാത്തത് മക്കളെ. അടുത്തത് നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്ന് ജിംനോസ്പെർമിനെ വിളിക്കാറുണ്ട്. നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്ന് ജിംനോസ്പെർമിനെ വിളിക്കാറുണ്ട്. ഉള്ളിലുള്ള പോയിന്റാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. മോർഫോളജിയിലേക്ക് വരുമ്പോൾ എന്താ? മോർഫോളജി ഫീച്ചർ ഓഫ് സ്റ്റെം ലൈക്ക് പ്രസൻസ് ഓഫ് നോഡ്, ഇന്റർനോഡ്. സെമ്മിൻ്റെ മോർഫോളജി എടുത്താൽ നോഡും ഇന്റർനോഡും ഒക്കെ കാണാം, അതറിയുന്ന പോയിന്റാ. പക്ഷേ ഇത് ഒരു പുതിയ പോയിന്റാണ്. മൾട്ടി സെല്ലുലാർ ഹെയറുകൾ കാണാം. സ്റ്റെം എടുത്താൽ നോഡും ഇന്റർനോഡും കാണാം, മൾട്ടി സെല്ലുലാർ ഹെയർ കാണാം. എന്താ മൾട്ടി സെല്ലുലാർ ഹെയർ എന്ന് ഉദ്ദേശിക്കുന്നത്? സ്റ്റെമ്മിൽ കാണുന്ന ട്രൈക്കോമുകൾ, മൾട്ടി സെല്ലാറ, റൂട്ട് ഹെയർ യൂണിസെല്ലാറ. മൾട്ടി സെല്ലുലാർ ഹെയർ എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മിൽ കാണുന്ന ട്രൈക്കോമുകളാണ് മൾട്ടി സെല്ലുലാർ ഹെയർ എന്ന് പറഞ്ഞാൽ. അടുത്ത പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് ആണ്. എവിടെ നിന്നാണോ ലൈറ്റ് വരുന്നത്, ഫോട്ടോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് വളരുക. ജിയോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് വളരുക. പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് എവിടെ നിന്നാണോ കിട്ടുക ആ ഡയറക്ഷനിലേക്കായിരിക്കും സ്റ്റെം വളരുക. പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് ആണ് ആര്? സ്റ്റെം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫോട്ടോട്രോപിക് നേച്ചർ ഹെൽപ്പ് ടു ഡിഫറൻഷിയേറ്റ് സ്റ്റെം ഫ്രം റൂട്ട്. സ്റ്റെമ്മിനെ റൂട്ടിൽ നിന്ന് എങ്ങനെ വേർതിരിക്കുക? സ്റ്റെം പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക്കാ, എന്നാൽ റൂട്ടോ നെഗറ്റീവ്ലി ഫോട്ടോട്രോപ്പിക്കാ. ഈ ഫോട്ടോട്രോപിക് നേച്ചറാണ് സ്റ്റെമ്മിനെയും റൂട്ടിനെയും തരംതിരിക്കുക. അപ്പോൾ ചോദിക്കാം, ഇതിൽ ഏതാണ് സ്റ്റെമ്മിനെ റൂട്ടിനെ തരംതിരിക്കാൻ സഹായിക്കുന്നത്? പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് എന്നുള്ളതാണ്. അടുത്തെന്താ? ലീഫ് ഈസ് എ ലാറ്ററൽ ഗ്രോത്ത്. ലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ? സൈഡിൽ നിന്ന്, സ്റ്റെമ്മിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ലീഫ്. സൈഡിലേക്ക് ഉണ്ടാകുന്നതാണ് ലീഫ് എന്ന് പറഞ്ഞാൽ. ഡെവലപ്ഡ് എക്സോജീനിയസ്ലി, പുറത്തേക്കാണല്ലോ ഉണ്ടാകുക. എക്സോജീനിയസ്ലി ആണ്, പുറത്തേക്കാണ് ഉണ്ടാകുന്നത് മക്കളെ. എക്സോജീനസ് എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ടർ പാർട്ടിൽ നിന്ന് ഉണ്ടാകണം, അതാണ് എക്സോജീനസ് എന്ന് പറഞ്ഞാൽ. എൻഡോജീനസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നർ പാർട്ടിൽ നിന്ന് ഉണ്ടാകണം. എക്സോജീനസിലി ഉണ്ടാകുന്നതാണ് ലീഫും ബ്രാഞ്ചസും ഒക്കെ. എൻഡോജീനസിൽ ഉണ്ടാകുന്നതാണ് റൂട്ട് എന്ന് പറഞ്ഞാൽ.
എക്സോജീനസ് പറഞ്ഞാൽ പുറം ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്, എൻഡോജീനസ് എന്ന് പറഞ്ഞാൽ ഉള്ളിലെ പാർട്ടിൽ നിന്ന്, ഇന്നർ പാർട്ടിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ സ്റ്റെമ്മിൽ പഠിക്കേണ്ടത് മൾട്ടി സെല്ലാർ ഹെയർ ഉണ്ട്, പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് ആണ്. പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് ആയിട്ടുള്ള അത് പിന്നെ മൾട്ടി സെല്ലാർ ഹെയറുകൾ, നോഡ്, ഇന്റർ നോഡുകൾ, ഇവരൊക്കെയാണ് സ്റ്റെമ്മിനെ റൂട്ടിൽ നിന്ന് വേർതിരിക്കുന്നത്. ഈ ലീഫ് എങ്ങനെ ഉണ്ടായത്? എക്സോജീനസിലിയാണ്. റൂട്ട് എങ്ങനെ ഉണ്ടായത്? എൻഡോജീനസിലിയാണ്. നോക്കി വെച്ചേക്കാം. ഓക്കെ അല്ലേ? അതാണ് മോർഫോളജിയിൽ പറയുന്നത്. അനാറ്റമിയിൽ എന്താ? അനാറ്റമിയിൽ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റമാണ് മെയിൻ ബൾക്ക് ആരാൻ ചോദിക്കാം. പ്ലാന്റിൻ്റെ കട്ടിയുള്ള ഭാഗം, പ്ലാന്റിൻ്റെ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാ? ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, ബൾക്ക്. ഒരു പ്ലാന്റിന് വണ്ണമുണ്ടെങ്കിൽ ആ വണ്ണത്തിൻ്റെ ഒരു 80% വണ്ണത്തിന് കാരണം ആരാ? ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റമാ. അതിനെ 3 സോണായി തിരിക്കാം. ഉള്ളിൽ കുറേ പറയുന്നുണ്ട്. എന്താ ഹൈപ്പോഡെർമിസ് ഉണ്ട്, കോട്ടക്സ് ഉണ്ട്, എൻഡോഡെർമിസ് ഉണ്ട്, പെരിസൈക്കിൾ ഉണ്ട്, പിത്തുണ്ട്, മെഡുലർ റേസ് ഉണ്ട്, മീസോഫിൽ ജെൽ ഉണ്ട്. ഇതൊക്കെ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ NCERT സമ്മറിയിൽ പറയുന്നുണ്ട് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തെ നമുക്ക് കോമൺ ആയിട്ട് 3 സോണായി തിരിക്കാം. ഏതൊക്കെയാ? കോട്ടക്സ് ഒരു സോണ്, പെരിസൈക്കിൾ രണ്ടാമത്തെ സോണ്, പിത്ത് മൂന്നാമത്തെ സോണ്. അപ്പം സാറേ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തെ 3 സോണായി തിരിക്കുകയാണെങ്കിൽ അത് ഏതൊക്കെ വരും ചോദിക്കും. അപ്പം മെഡുലർ റേസ് എന്നോ, എൻഡോഡെർമിസ് എന്നോ, പിന്നെന്താ വേറെ ഒന്നും, ഹൈപ്പോഡെർമിസ് ഒന്നും കൊണ്ട് എഴുതല്ലേ. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തെ 3 സോണായിട്ട് തിരിച്ചാൽ കോട്ടക്സ്, പെരിസൈക്കിൾ, പിത്ത് എന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ മക്കളെ. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ആട്ടോ. അല്ലാതെ ഡൈക്കോട്ട് സ്റ്റെം എടുക്കുമ്പം അവിടെ കോട്ടക്സിനെ 3 സോണാക്കുന്നുണ്ട്. ഹൈപ്പോഡെർമിസ്, കോർട്ടിക്കൽ ലെയർ, എൻഡോഡെർമിസ്. അത് കോട്ടക്സിൻ്റെ 3 സോണുകളാ. ഇത് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൻ്റെ 3 സോണുകളാണ്. അവിടെ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ എന്താ പറയണത്? കോട്ടക്സിൻ്റെ 3 സോണുകളാണ്. ഓക്കെ. പിന്നെ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താ? വണ്ണം കൂടുക, ഗർത്ത് കൂടുക. അതവിടെ മാത്രമേ കാണൂ. ഡൈക്കോട്ട് റൂട്ടിലും ഡൈക്കോട്ട് സ്റ്റെമ്മിലും മാത്രമേ എന്തുള്ളൂ മക്കളെ? സെക്കൻഡറി ഗ്രോത്ത് ഉള്ളൂ. സെക്കൻഡറി ഗ്രോത്ത് ഔട്ട് ഓഫ് സിലബസ് ആണ്, പഠിക്കൊന്നും വേണ്ട കേട്ടോ. അടുത്തത് സെൽ സൈക്കിൾ, സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫിൽ എന്താ? എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലത്തിൽ ട്യൂബ്യൂളുകളും സിസ്റ്റേർണയും ഉണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലം സ്മൂത്ത്, റഫ് എന്ന് പറയാമല്ലോ. സ്മൂത്ത്, റഫ് എന്ന് എന്തിൻ്റെ ബേസിലാണ്? റൈബോസോമിൻ്റെ പ്രസൻസിലാണ്. എന്നാൽ അതേപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലത്തെ ഷേപ്പിൻ്റെ ബേസിലും ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തത് ട്യൂബ്യൂൾസ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലത്തെ എന്ത് വിളിക്കാം? ട്യൂബ്യൂൾസ് എന്ന് വിളിക്കാം. ട്യൂബ്യൂളുകളുണ്ട്. അടുത്തെന്താ? സിസ്റ്റേർണ ഉണ്ട് അവർക്ക്. എന്താ ഉള്ളത്? സിസ്റ്റേർണ. അപ്പം എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലത്തെ റൈബോസോമിൻ്റെ പ്രസൻസ് റഫ്, സ്മൂത്ത് എന്ന് വിളിക്കാം. എന്നാൽ ഷേപ്പിൻ്റെ ബേസിലോ സാർ എന്താ വിളിക്കുക? ട്യൂബ്യൂൾസ് സിസ്റ്റേർണ എന്ന് വിളിക്കാം. എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലത്തിൻ്റെ പണി എന്തൊക്കെയാ? ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ്. സെല്ലിൻ്റെ പല ഭാഗങ്ങളിലേക്ക് സാധനങ്ങളെ ട്രാൻസ്പോർട്ട്. പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഗോൾജി അപ്പാർട്ടസാ, മോഡിഫിക്കേഷനും ഗോൾജി അപ്പാർട്ടസാ. ട്രാൻസ്പോർട്ട് ആരുടെ പണിയാ? എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലത്തിൻ്റെ പണിയാണ്. അടുത്തെന്താ? സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ആരാ? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലം. പ്രോട്ടീൻ ഉണ്ടാക്കുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലം ആരാ? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലം. ലിപ്പോ പ്രോട്ടീൻ ആയിക്കോട്ടെ, ഗ്ലൈക്കോജൻ ആയിക്കോട്ടെ, ആരുണ്ടാക്കുക? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലം. ലിപ്പോ പ്രോട്ടീൻ്റെ കാര്യവും ഗ്ലൈക്കോജൻ്റെ കാര്യവും NCERT ഉള്ളിൽ പറയുന്നില്ല. അപ്പൊ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലത്തിന്റെ പണി എന്താ? ലിപ്പിഡ് ഉണ്ടാക്കും, ലിപ്പോ പ്രോട്ടീൻ ഉണ്ടാക്കും, സ്റ്റെറോയിഡ് ഹോർമോൺ, കൊളസ്ട്രോൾ അടങ്ങിയ ഹോർമോൺ ഉണ്ടാക്കും, ഗ്ലൈക്കോജൻ ഉണ്ടാക്കും. ഗ്ലൈക്കോജൻ ഉണ്ടാക്കുന്നത് ആരാ? എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലമാ. ഒന്നുകൂടെ ഞാൻ ചോദിക്കട്ടെ, ഏത് എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലമാ? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്യുലമാ. അടുത്ത നോക്കൂ മക്കളെ, ലൈസോസോം ഒറ്റ മെമ്പറൈനുള്ള ഓർഗനലാണ്. കണ്ടെയ്ൻ എൻസൈംസ് ഫോർ ഡൈജഷൻ ഓഫ് ഓൾ മാക്രോമോളിക്യൂൾ. ലിപ്പിഡ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ന്യൂക്ലിക് ആസിഡ്, എല്ലാ ടൈപ്പ് മാക്രോമോളിക്യൂളും മുറിക്കാൻ, കട്ട് ചെയ്യാനുള്ള എൻസൈം ലൈസോസോമിൻ്റെ ഉള്ളിലുണ്ട്. അടുത്ത് നോക്കൂ മക്കളെ, പ്ലാസ്റ്റിഡുകളെ കുറിച്ചാണ്. പ്ലാസ്റ്റിഡുകൾ ആർ പിഗ്മെന്റ് കണ്ടെയ്നിങ് ഓർഗനൽ. പിഗ്മെന്റ് ഉള്ള ഓർഗനലാണ്. ഓൺലി പ്രസന്റ് ഇൻ പ്ലാന്റ്സ് ഉള്ളി എന്ന് പറയുന്നുണ്ട്. NCERT ഉൾഭാഗത്ത് എന്താ പറയണമെന്ന് അറിയാമോ? NCERT ഉള്ളിൽ ഈ പ്ലാസ്റ്റിഡ്സ് എവിടെ കാണുമെന്ന് പറയുന്നുണ്ട്. NCERT ഉള്ളിൽ പറയുന്നുണ്ട് പ്ലാസ്റ്റിഡ്സ് ആർ പ്രസന്റ് ഇൻ പ്ലാന്റ്സ് ആൻഡ് യുഗ്ലിനോയിഡ്സ് എന്ന് കൂടെ പറയുന്നുണ്ട്. പ്ലാന്റ്സിലും യുഗ്ലിനോയിഡ്സിലും ഉണ്ടെന്നാണ് പറയണത്. എന്നാൽ സമ്മറിയിൽ എന്താ പറയണത്? പ്ലാസ്റ്റിഡ്സ് പ്ലാന്റ്സിൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറയണത്. പ്ലാസ്റ്റിഡ്സ് പ്ലാന്റ്സിലും യുഗ്ലിനോയിഡ്സിലും ഉണ്ടെന്ന് സമ്മറിയിൽ പറഞ്ഞു. അല്ല, NCERT ഉൾഭാഗത്ത് പറഞ്ഞു. സമ്മറിയിലോ പ്ലാസ്റ്റിഡ്സ് പ്ലാന്റ്സിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഈ യുഗ്ലിനോയിഡ്സ്
എന്തിൻ്റെ ടൈപ്പായിട്ട് പരിഗണിക്കാറുണ്ട്? ആൽഗേൻ്റെ ടൈപ്പായിട്ട് പരിഗണിക്കാറുണ്ട്. ആൽഗ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റ്സിൽ വരുന്നതാണല്ലോ. പ്ലാന്റ്സിലും യുഗ്ലിനോയിഡ്സിലും രണ്ടിലും കാണും. പക്ഷേ യുഗ്ലിനോയിഡ്സ് ആൽഗെ ഗ്രൂപ്പിൽ പരിഗണിക്കാറുണ്ട്. അപ്പോൾ അത് പ്ലാന്റ്സിൽ വരുന്ന ആളാണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒറ്റയടിക്ക് പ്ലാന്റ്സ് ഉള്ളി എന്ന് വേണമെങ്കിൽ പറയാം. യുഗ്ലിനോയിഡ്സ് പ്ലാന്റ്സിൽ വരുന്നതുകൊണ്ട് വേണമെങ്കിൽ ഒള്ളി പ്രസൻറ്റ് ഇൻ പ്ലാന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ യുഗ്ലിനോയിഡ്സിനെ പ്ലാന്റ്സിലേക്ക് ഇട്ട് പരിഗണിച്ചിട്ടാണ് സമ്മറിയിൽ എന്തു പറഞ്ഞത്? പ്ലാന്റ്സ് ഇറ്റ്സ് ഒള്ളി പ്രസൻറ്റ് ഇൻ പ്ലാന്റ്സ്, ഫൗണ്ട് ഇൻ പ്ലാന്റ് സെൽ ഒള്ളി എന്ന് പറഞ്ഞത്. അപ്പോൾ സാറേ ഉള്ളിൽ യുഗ്ലിനോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്താ? യുഗ്ലിനോയിഡ്സ് പ്ലാന്റ്സിൽ വരുന്ന ഒരാളാണ്. ഓക്കെ, അടുത്ത് നോക്കാം മക്കളെ. സെൽ സൈക്കിൾ അങ്ങനെ പ്രധാനപ്പെട്ടായിട്ടൊന്നുമില്ല. സെൽ സൈക്കിളിൽ G1 G2 എന്ന് പറഞ്ഞ ഇന്റർഫേസിനെ തരംതിരിക്കാം. G1 വെൻ സെൽ ഗ്രോ, അവിടെ സെൽ ഗ്രോ ചെയ്യുന്നു, നോർമൽ മെറ്റബോളിസം നടത്തുന്നു. ഇവിടെ എന്താ? മോസ്റ്റ് ഓഫ് ദ സെൽ ഓർഗനൽ ഡ്യൂപ്ലിക്കേറ്റ്. ഈ ഫേസിലാണ് ഒട്ടുമിക്ക സെൽ ഓർഗനൽസും ഡബിൾ ആകുന്നത്. മോസ്റ്റ് ഓഫ് എന്ന ഓൾ സെൽ ഓർഗനൽസ് എന്നല്ല പറഞ്ഞത്. എല്ലാ സെൽ ഓർഗനലും ഡബിൾ ആകുന്നത് G1 എന്നല്ല പറഞ്ഞത്. മോസ്റ്റ് ഓഫ്, ഒട്ടുമിക്കതും ഡബിൾ ആകുന്നത് G1. അപ്പം സാറേ G1 ആരെങ്കിലും ഡബിൾ ആകാത്തതുണ്ടോ? എല്ലാം എന്ന് പറയുന്നില്ലല്ലോ, ഒട്ടുമിക്ക എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ G1 ആരെങ്കിലും ഡബിൾ ആകാത്തതുണ്ടോ? ഉണ്ട്. G1 ഡബിൾ ആകാത്തത് ആരാ? സെൻട്രോസോമ. നമ്മൾ പഠിച്ചതാ. സെൻട്രോസോം ഡബിൾ ആകുന്നത് എവിടാ? എസ് ഫേസിലാ. എല്ലാ സെൽ ഓർഗനലും G1 ഡബിൾ ആകുക. എന്നാൽ സെൻട്രോസോം പോലുള്ള സെൽ ഓർഗനൽ എസ് ഫേസിലാ ഡബിൾ ആകുക. ഓക്കെ, അപ്പോൾ G1 എന്താ? മോസ്റ്റ് ഓഫ് ദ സെൽ ഓർഗനൽ ഡബിൾ. എസ് ഫേസിൽ എന്താ? ക്രോമസോം ഡ്യൂപ്ലിക്കേറ്റ് ആകും. DNA റെപ്ലിക്കേഷൻ നടക്കും, അതേപോലെ ക്രോമസോം ഡ്യൂപ്ലിക്കേഷൻ നടക്കും. അതെന്താ ക്രോമസോം ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ആദ്യം ക്രോമസോമിന് ഒരു ക്രോമാറ്റിഡേ കാണുള്ളൂ. എന്നാൽ എസ് ഫേസിൽ കയറി കഴിഞ്ഞാലോ ഒരു ക്രോമസോമിൽ തന്നെ 2 ക്രോമാറ്റിഡ് കാണും. ക്രോമസോം ഡ്യൂപ്ലിക്കേഷൻ ഉദ്ദേശിക്കുന്നത് എന്താ? ക്രോമാറ്റിഡ് 2 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്രോമാറ്റിഡ്, ഈ ക്രോമസോം എന്നോട് ഉദ്ദേശിക്കുന്നത് ക്രോമാറ്റിഡിനെയാണ്. ക്രോമസോം ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്രോമാറ്റിഡ് 2 ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ 2 ആകുക. അപ്പോൾ ആദ്യം ഒരു ക്രോമസോമിൽ, എസ് ഫേസിന് മുമ്പ് ഒരു ക്രോമസോമിൽ ഒരു ക്രോമാറ്റിഡേ ഉള്ളൂ. എസ് ഫേസിൽ കയറി കഴിഞ്ഞാലോ ഒരു ക്രോമാറ്റിഡോടെ വന്നു, ക്രോമസോം ഡ്യൂപ്ലിക്കേറ്റ് ആയി, ക്രോമാറ്റിഡ് 2 അപ്പോൾ ഒരു ക്രോമസോമിൽ തന്നെ 2 ക്രോമാറ്റിഡ് കാണാൻ പറ്റും. ഓക്കെ, അടുത്തവിടെ ഹോമോലോഗസ് ക്രോമസോംസ് പെയർ. അവർ ഹോമോലോഗസ് ക്രോമസോംസ് പെയർ ആകുന്നു. പെയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സ്ട്രക്ചറിനെ എന്താ വിളിക്കുക? ബൈവാലൻ്റാ. ഇതാണ് ഒരു ഹോമോലോഗസ് ക്രോമസോം. ഇത് അടുത്ത ഹോമോലോഗസ് ക്രോമസോം. ഇവർ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ വിളിക്കുക? ബൈവാലൻ്റ് എന്ന് വിളിക്കും, ടെട്രാഡ് എന്നൊക്കെ വിളിക്കും. ഈ ബൈവാലൻ്റ് ഉണ്ടായി, 2 ക്രോമസോമുകൾ പെയർ ചെയ്തു, ബൈവാലൻ്റ് ആയി. ഇനി അവരെന്ത് നടത്തും മക്കളെ? ക്രോസിംഗ് ഓവർ നടത്തും. അപ്പോൾ ഓർഡർ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ബൈവാലൻ്റ് ക്രോമസോം പെയറായി കഴിഞ്ഞാലോ ഹോമോലോഗസ് ക്രോമസോം പെയറായി, ബൈവാലൻ്റ് ഫോം ചെയ്തു, അല്ലെങ്കിൽ ടെട്രാഡ് ഫോം ചെയ്തു. ദെൻ എന്താ? ക്രോസിംഗ് ഓവർ. ഓക്കെ, ഫോട്ടോസിന്തസിസിൽ വലിയ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇവിടെ ക്ലോറോപ്ലാസ്റ്റിൽ സൈറ്റ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ്റെ സൈറ്റ് ഏതാ? വിത്തിൻ ദ ക്ലോറോപ്ലാസ്റ്റ് ദ മെമ്പറൈൻസ് ആർ ദ സൈറ്റ് ഓഫ്. മെമ്പറൈൻ എന്ന് ഉദ്ദേശിക്കുന്ന ആരാ? ഗ്രാനയാണ് എന്ത്? സൈറ്റ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ. മെമ്പറൈൻസ് എന്ന് ഉദ്ദേശിക്കുന്ന ആരാ? ഗ്രാന ഇസ് ദ സൈറ്റ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ. വൈൽ ദ കീമോസിന്തറ്റിക് പാത്വേ ഒക്കർ ഇൻ സ്ട്രോമ. കീമോസിന്തറ്റിക് പാത്വേ എന്നോട് ഉദ്ദേശിക്കുന്ന ആരെയാ? ഡാർക്ക് റിയാക്ഷനെയാണ് ഇവിടെ എന്ത് വിളിക്കുന്നത്? കീമോസിന്തറ്റിക് പാത്വേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡാർക്ക് റിയാക്ഷൻ്റെ വേറൊരു പേരെന്താ സാർ? ഡാർക്ക് റിയാക്ഷൻ്റെ വേറൊരു പേരാണ് കീമോസിന്തറ്റിക് പാത്വേ. കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്നല്ല, കീമോസിന്തറ്റിക് പാത്വേ അല്ലെങ്കിൽ ബയോസിന്തറ്റിക് പാത്വേ എന്നൊക്കെ ലൈറ്റ് റിയാക്ഷനെ, ഡാർക്ക് റിയാക്ഷനെ വിളിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ലൈറ്റ് റിയാക്ഷൻ മെമ്മറൈൻസ് ഗ്രാനൈൻ്റെ ഉള്ളിൽ നടക്കുമ്പം സ്ട്രോമയിൽ നടക്കുന്നത് ഏതാ? കീമോസിന്തറ്റിക് പാത്വേ. അതെന്താ? ബയോസിന്തറ്റിക് പാത്വേ. അതെന്താ? ഡാർക്ക് റിയാക്ഷൻ. അടുത്തത് റുബിസ്കോ കാറ്റലൈസസ് എ വേസ്റ്റ്ഫുൾ ഓക്സിജനേഷൻ ഇൻ C3 പ്ലാന്റ്. ഇറ്റ് ഈസ് കോൾഡ് ഫോട്ടോ റെസ്പിറേഷൻ. റുബിസ്കോ കാരണം RBPയിലേക്ക് വേസ്റ്റ് ആയിട്ട് ഓക്സിജനെ ആഡ് ചെയ്യുന്നുണ്ട്. RBPയിലേക്ക് ഓക്സിജനെ ആഡ് ചെയ്യുന്നതിൻ്റെ പേരാ ഓക്സിജനേഷൻ. RBPയിലേക്ക് ഓക്സിജൻ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ C3 പ്ലാന്റിൽ എന്താ നടക്കുക? ഫോട്ടോ റെസ്പിറേഷൻ്റെ വേറൊരു പേര് പറയുന്നുണ്ട്, വേസ്റ്റ്ഫുൾ ഓക്സിജനേഷൻ എന്ന മക്കളെ വിളിക്കുക. റെസ്പിറേഷനിൽ ആകെ പറയുന്നത് അനേറോബിക് കണ്ടീഷൻ പറഞ്ഞാൽ അനേറോബിക് റെസ്പിറേഷൻ. ഓക്സിജൻ ഇല്ലാതെ നടക്കുന്ന റെസ്പിറേഷൻ എവിടെയൊക്കെ നടക്കും? പ്രോകാരിയോട്ട്, ബാക്ടീരിയ പോലുള്ള പ്രോകാരിയോട്ടിൽ നടക്കും. യൂണിസെല്ലർ യൂക്കാരിയോട്ട് ആരാ? ഈസ്റ്റിൽ നടക്കും. ചില ജെർമിനേറ്റിംഗ് സീഡിലും നടക്കും. എന്ത്? അനേറോബിക് റെസ്പിറേഷൻ. എവിടെയൊക്കെ നടക്കുക? പ്രോകാരിയോട്ട്, യൂണിസെല്ലർ യൂക്കാരിയോട്ട് എന്നല്ല, യൂണിസെല്ലർ യൂക്കാരിയോട്ടിൽ നടക്കും, ജെർമിനേറ്റിംഗ് സീഡിലും നടക്കും.
പ്ലാന്റ് ഗ്രോത്തിൽ എന്താ പറയുന്നത്? ഗ്രോത്ത് ഈസ് ഇൻഡിറ്റർമിനേറ്റ് ഇൻ ഹയർ പ്ലാന്റ്സ്. ഹയർ പ്ലാന്റ്സിൽ ഗ്രോത്ത് ഇൻഡിറ്റർമിനേറ്റ് ആണ്. അടുത്തെന്താ? ഡിഫറൻഷിയേഷൻ ഈസ് ഓപ്പൺ. സിൻസ് ഡിഫറൻഷിയേഷൻ ഈസ് ഓപ്പൺ, ഡിഫറൻഷിയേഷൻ ഓപ്പൺ ആയതുകൊണ്ട് ഡെവലപ്മെന്റ് ഈസ് ഫ്ലെക്സിബിൾ. ഡെവലപ്മെന്റ് മാറിക്കൊണ്ടിരിക്കും. ഡിഫറൻഷിയേഷൻ ഓപ്പൺ ആയതുകൊണ്ട് ഡെവലപ്മെന്റ് ഓരോ പ്ലാന്റിൻ്റെയും ഓരോ സമയത്ത് ഓരോന്നായിരിക്കും, മാറിക്കൊണ്ടിരിക്കും. NCERT പ്ലാന്റ് ഗ്രോത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞ പോയിന്റുകളാണ്. ഗ്രോത്ത് ഓപ്പൺ ആണെന്ന് പറയുന്നുണ്ട്, ഡിഫറൻഷിയേഷൻ ഓപ്പൺ ആണെന്ന് പറയുന്നുണ്ട്. ഗ്രോത്തും ഡിഫറൻഷിയേഷൻ ചേർന്നാൽ എന്താ? ഡെവലപ്മെൻറ്റാ. ഡെവലപ്മെൻറ്റ് ഫ്ലെക്സിബിൾ ആണെന്ന് സമ്മറിയിൽ പറയുന്നുണ്ട്. ഗ്രോത്ത് ഓപ്പൺ ആണെന്ന് ഉള്ളിൽ പറയുന്നുണ്ട്, ഡിഫറൻഷിയേഷൻ ഓപ്പൺ ആണെന്ന് NCERTൻ്റെ ഉൾഭാഗത്ത് പറയുന്നുണ്ട്. എന്നാൽ ഗ്രോത്തും ഡിഫറൻഷിയേഷനും ചേർന്ന ഡെവലപ്മെൻറ്റ് ഫ്ലെക്സിബിൾ ആണ്, മാറിക്കൊണ്ടിരിക്കും എന്ന് എവിടെ പറയുന്നത്? സമ്മറിയില്ല. ഇവിടെ പറയുന്നുണ്ട് സിൻസ് ഡിഫറൻഷിയേഷൻ ഈസ് ഓപ്പൺ. ഡിഫറൻഷിയേഷൻ ഓപ്പൺ ആയത് കൊണ്ടാണ് ഡെവലപ്മെന്റ് കുഡ് ബി ഫ്ലെക്സിബിൾ. ഡെവലപ്മെന്റ് ഫ്ലെക്സിബിൾ ആകാനുള്ള റീസൺ എന്താണ്? ഗ്രോത്ത് ഓപ്പൺ ആയതുകൊണ്ടാണോ? ഡിഫറൻഷിയേഷൻ ഓപ്പൺ ആയതുകൊണ്ടാണോ? സത്യത്തിൽ രണ്ടും ഓപ്പൺ ആയതുകൊണ്ടാട്ടോ, ഞാൻ പറയുന്നില്ല. രണ്ടും ഓപ്പൺ ആയതുകൊണ്ടാണ് ഡെവലപ്മെൻറ്റ് ഫ്ലെക്സിബിൾ ആയത്. പക്ഷേ NCERT സമ്മറിയിൽ എന്താ പറയണത്? സിൻസ് ഡിഫറൻഷിയേഷൻ ഓപ്പൺ ആയതുകൊണ്ട് ഡെവലപ്മെൻറ്റ് കുഡ് ബി ഫ്ലെക്സിബിൾ. ഡെവലപ്മെൻറ്റ് ഫ്ലെക്സിബിൾ ആകാൻ കാരണം എന്താ? ഡിഫറൻഷിയേഷൻ ഓപ്പൺ ആയതുകൊണ്ടെന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് വന്നാൽ നിങ്ങൾ അത് വേണം ടിക്ക് ചെയ്യാൻ, ഡിഫറൻഷിയേഷൻ. ഓക്കെ, ഇത്രയുള്ള മക്കൾ അവിടെ പറയാനുള്ളത്. ഒരു +1 സെക്ച്വൽ റീപ്രൊഡക്ഷനിലേക്ക് വരുമ്പം ആന്തർ ബൈലോബിഡ് ആണ്, ഡൈത്തിക്കസ് ആണ്, ടെട്രാസ്പൊറാഞ്ചിയേറ്റ് ആണ്. ടെട്രാസ്പൊറാഞ്ചിയേറ്റ് പറഞ്ഞാൽ 4 സ്പൊറാഞ്ചിയം ഉണ്ട്, 4 മൈക്രോ സ്പൊറാഞ്ചിയം ഉള്ളത് കൊണ്ടാണ് ടെട്രാസ്പൊറാഞ്ചിയേറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ ഒന്ന് പറയുന്നുണ്ട് കണ്ടോ. ഇനി ഇവിടെ നോക്ക്, ആർക്കിസ്പോറിയം ഡിഫറൻഷിയേറ്റ്. എന്ത് ആർക്കിസ്പോറിയം എന്ന് പറഞ്ഞാൽ? ആർക്കിസ്പോറിയം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ മക്കളെ? ആർക്കിസ്പോറിയം എന്ന് പറഞ്ഞാൽ ദ സെൻട്രൽ ടിഷ്യൂ ഈസ് ന്യൂസിലസ് ഇൻ വിച്ച് ആർക്കിസ്പോറിയം ഡിഫറൻഷിയേറ്റ്. മെഗാസ്പോർ മദർ സെൽ ഉണ്ടല്ലോ, മെഗാസ്പോർ മദർ സെല്ലിനെ വിളിക്കുന്ന പേരാണ് ആർക്കിസ്പോറിയം സെൽ. ആർക്കിസ്പോറിയം എന്ന് വിളിക്കുന്ന ആരെയാ? മെഗാസ്പോർ മദർ സെല്ലിനെ കേട്ടോ. മെഗാസ്പോർ മദർ സെല്ലിൻ്റെ വേറൊരു പേരാണ് ആർക്കിസ്പോറിയം സെൽ. ഇവിടെ ആർക്കിസ്പോറിയം ഡിഫറൻഷിയേറ്റ് ആയി, ആർക്കിസ്പോറിയം ഉണ്ടായി. ആർക്കിസ്പോറിയം എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാ? മെഗാസ്പോർ മദർ സെല്ലിനെയാണ്, മെഗാസ്പോർ മദർ സെൽ. ഓക്കെ, ഇനി ഇവിടെ പറയുന്നുണ്ട് അപ്പോമിക്സിസ് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവിടെ ഹോർട്ടിക്കൾച്ചറിലും അഗ്രികൾച്ചറിലും അപ്പോമിക്സിസിന് ആവശ്യമുണ്ട്. ബയോടെക്നോളജി 1 വരുമ്പം പ്രധാനപ്പെട്ട് പറയുന്നുണ്ട് ദ പ്രോസസ് ഇൻവോൾവ്ഡ്. ബയോടെക്നോളജി നടത്താൻ റെസ്ട്രിക്ഷൻ എൻസൈം വേണം, പോളിമറൈസ് വേണം, ലിഗേസ് വേണം, വെക്ടർ വേണം, ഹോസ്റ്റ് വേണം. 5 എണ്ണം പറഞ്ഞാണല്ലോ. ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വേണം, DNA ലിഗേസ് വേണം, അപ്രോപ്രിയേറ്റ് പ്ലാസ്മിഡ് വേണം എന്ന് പറഞ്ഞാൽ വെക്ടർ ആണല്ലോ. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലാസ്മിഡ് വേണം, അല്ലെങ്കിൽ വൈറൽ വെക്ടേഴ്സ് വേണം. എന്തിനെ? ഐസൊലേറ്റ് ചെയ്യാൻ, DNA ഐസൊലേറ്റ് ചെയ്തിട്ട് ഹോസ്റ്റിലേക്ക് കൊടുക്കാൻ എന്ത് വേണം? ഒന്നെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലാസ്മിഡ് വേണം, അല്ലെങ്കിൽ വൈറൽ ആയിട്ടുള്ള വെക്ടേഴ്സ് വേണം. അങ്ങനെ ഒന്ന് എടുത്തു പറയുന്നുണ്ട് കേട്ടോ. അവിടെ വെക്ടർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വെക്ടർ 2 ആകാം. ഒന്നെങ്കിൽ വൈറൽ വെക്ടർ ഉപയോഗിക്കാം, വൈറസ് ആയിട്ടുള്ള വെക്ടർ ഉപയോഗിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിലോ നിങ്ങൾക്ക് ഏതെങ്കിലും സ്യൂട്ടബിൾ TI പ്ലാസ്മിഡ് ഉപയോഗിക്കാം, നോർമൽ ഈക്കോളയിലെ PBR 322 ഉപയോഗിക്കാം. അപ്രോപ്രിയേറ്റ് പ്ലാസ്മിഡ് കൊണ്ടുപോവാ, അല്ലെങ്കിൽ വൈറൽ വെക്ടേഴ്സ് കൊണ്ടുപോവാ. നിങ്ങൾക്ക് ഈ 2 പേരെയും ജീനിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ബയോടെക്നോളജിയിൽ ഉപയോഗിക്കാം. ബയോടെക്നോളജി 2 വരുമ്പോൾ എന്താണെന്നറിയോ മക്കളെ? ബയോടെക്നോളജി ഹാവ് സെവറൽ യൂസ് ടു ഹ്യൂമൻസ്. എങ്ങനെ? ബൈ യൂസിങ് മൈക്രോബ് വെച്ചിട്ടോ, പ്ലാന്റ്, ആനിമൽസ്, അല്ലെങ്കിൽ ദർ മെറ്റബോളിക് മെഷീനറി, അവരുടെ മെറ്റബോളിസത്തിൻ്റെ മെഷീനറി, ഫുൾ എൻറ്റയർ മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ടോ നമ്മൾ മനുഷ്യന്മാർ നമുക്ക് വേണ്ട പ്രൊഡക്റ്റുകളെ ഉണ്ടാക്കാറുണ്ട്. ടിഷ്യൂ കൾച്ചർ എന്താ? ഇൻവിട്രോ മെത്തേഡാണ്. പുതിയ വെറൈറ്റി ഉണ്ടാക്കുന്ന ഇൻവിട്രോ മെത്തേഡാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ ബാക്ടീരിയനെ കൊണ്ട് ഇൻസുലിൻ ഉണ്ടാക്കിപ്പിച്ചു. പണ്ട് കാലത്തോ ഈ അറവുശാലയിൽ നിന്നുള്ള കന്നുകാലികളുടെ, അല്ലെങ്കിൽ പശുക്കളുടെ, അല്ലെ പന്നികളുടെയൊക്കെ അവരുടെയൊക്കെ ഇൻസുലിനെ നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ അവർക്ക് എന്താ പറ്റിയേ? ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് വന്നു, അലർജി പോലുള്ള റിയാക്ഷൻസ് വന്നു. അങ്ങനെ അലർജി പോലുള്ള റിയാക്ഷൻ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ അതേ ജീനെ ബാക്ടീരിയയ്ക്ക് കൊടുത്തു, ബാക്ടീരിയനെ കൊണ്ട് ഇൻസുലിൻ ഉണ്ടാക്കിപ്പിച്ചു. അപ്പോൾ എന്താ? അത് കാരണം ഇൻഫെക്ഷനും അലർജി ഒന്നും വരാതെയായി. ജീൻ തെറാപ്പി എന്താ ചെയ്യുക? ഹെറിഡിറ്ററി ഡിസീസിനെ ചികിത്സിക്കാനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. ഇവിടെ എന്താ സംഭവിക്കുക? റീപ്ലേസ് ചെയ്യുന്ന ആരെ? ഡിഫക്റ്റീവ് മ്യൂട്ടൻ്റ് അലീൽ. ഡിഫക്റ്റീവ് എന്ന പ്രശ്നം വന്ന മ്യൂട്ടേഷൻ സംഭവിച്ച അലീലിനെ റീപ്ലേസ് ചെയ്ത് നോർമൽ ജീനെ കയറ്റിവെക്കുന്നതിനാണ് നമ്മൾ ജീൻ തെറാപ്പി എന്ന് വിളിക്കുക.
അടുത്ത ഓർഗാനിസം പോപ്പുലേഷൻ എന്താ, എക്കോളജി എന്താണെന്ന് പറയുന്നത്. എക്കോളജി അവിടെ എന്താ സംഭവിക്കുക, അവിടുത്തെ റിലേഷൻഷിപ്പ്, രണ്ട് പേര് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയണത്. അബയോട്ടിക്കും ബയോട്ടിക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എക്കോളജിയിൽ നമ്മൾ പറയുന്നത്. ഇവിടെ ചോദ്യം ചോദിക്കട്ടെ ഞാൻ, പോപ്പുലേഷൻ എക്കോളജി ഈസ് ഇമ്പോർട്ടൻറ്റ് ഏരിയ ഓഫ് എക്കോളജി. കാരണം എന്താ, പോപ്പുലേഷൻ എക്കോളജിയാണ് എക്കോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ. കാരണം എന്താ അറിയോ, എക്കോളജി എല്ലാ ലെവലിലും ഡീൽ ചെയ്യും. എക്കോളജി ഓർഗാനിസം ലെവലിൽ ഡീൽ ചെയ്യും. ഇവിടെ ഉണ്ട് എക്കോളജി ഓർഗാനിസം ലെവലിലുണ്ട്, പോപ്പുലേഷൻ ലെവലിലുണ്ട്, കമ്മ്യൂണിറ്റി ലെവലിലുണ്ട്, ബയോം ലെവലിൽ, ഇവരൊക്കെ പോപ്പുലേഷൻ എക്കോളജി ഉണ്ട്. പക്ഷേ പോപ്പുലേഷൻ ലെവലിലുള്ള എക്കോളജിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം എന്താ അറിയാമോ, കാരണം നാച്ചുറൽ സെലക്ഷൻ നടക്കുന്നത് പോപ്പുലേഷനിലാണ്. സാർ ഓർഗാനിസം ലെവലിൽ എക്കോളജി ഉണ്ട്, പോപ്പുലേഷൻ ലെവലിൽ എക്കോളജി ഉണ്ട്, കമ്മ്യൂണിറ്റിയും ബയോം എല്ലാ ലെവലിലും എക്കോളജി ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് പോപ്പുലേഷൻ ലെവലിലുള്ള പോപ്പുലേഷൻ എക്കോളജി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്? കാരണം നാച്ചുറൽ സെലക്ഷൻ നടക്കുന്നത് ആ ലെവലിലാണ്. സിൻസ് evolutionary changes through natural selection takes place at a population level. പോപ്പുലേഷൻ ലെവലിലാണ് നാച്ചുറൽ സെലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് പോപ്പുലേഷൻ എക്കോളജിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ചോദിക്കും വൈ പോപ്പുലേഷൻ എക്കോളജി ഈസ് ഇമ്പോർട്ടൻറ്റ്? ബിക്കോസ് നാച്ചുറൽ സെലക്ഷൻ ഓപ്പറേറ്റ് അറ്റ് എ പോപ്പുലേഷൻ ലെവൽ. ഓക്കെ, പിന്നെ 3 ടൈപ്പ് പിരമിഡ് അറിയാലോ, എക്സ്പാൻഡിങ്, ഡിക്ലൈനിങ്, സ്റ്റേബിൾ പോപ്പുലേഷൻ. ഇവിടെ വേറെ പേര് പറയുന്നുണ്ട്, സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റേബിളിൻ്റെ വേറൊരു പേരാ. ഗ്രോവിങ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പാൻഡിങ്ങിൻ്റെ വേറൊരു പേരാ. ഡിക്ലൈനിങ് അതേപോലെ തന്നെ ഡിക്ലൈൻ തന്നെ ഉള്ളിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇവിടെ R വാല്യൂ എന്താ, R ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. അതെന്താ, ഇൻഹെറന്റ് പൊട്ടൻഷ്യൽ ഓഫ് എ പോപ്പുലേഷൻ ടു ഗ്രോ. ഇൻഹെറന്റ് പൊട്ടൻഷ്യൽ ഓഫ് എ പോപ്പുലേഷൻ ടു ഗ്രോ, അതാണ് R വാല്യൂ എന്ന് പറഞ്ഞാൽ. ഒരു ജീവിക്കും ഡു നോട്ട് ലീവ് ഐസൊലേഷൻ. ഒരു ജീവിക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, ഒരു പോപ്പുലേഷനും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അത് അടുത്ത പോപ്പുലേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അതാണ് പോപ്പുലേഷൻ ഇൻറ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ വേറെ സാധനം, അങ്ങനെ കുറേ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ്റെ പേര് പറയുന്നുണ്ട്. അവസാനം ഇവിടെ പറയുന്നുണ്ട് സുപ്പീരിയർ കോമ്പറ്റീഷൻ നടക്കും. ഒരു ഇൻട്രാക്ഷൻ ആണല്ലോ കോമ്പറ്റീഷനിൽ സുപ്പീരിയർ ഓർഗാനിസം ഇൻഫീരിയർ ഓർഗാനിസത്തെ എലിമിനേറ്റ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാ കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഈ ഡെഫിനിഷൻ ഗോസിൻ്റെ ഡെഫിനിഷൻ വേറൊരു രീതിയിലാണ് എൻസിആർടിൻ്റെ ഉൾഭാഗത്ത് പറയുന്നത്. എന്നാൽ ഇവിടെ സിമ്പിളായിട്ട് പറഞ്ഞു, സുപ്പീരിയർ ഓർഗാനിസം എലിമിനേറ്റ് ഇൻഫീരിയർ വൺ. സുപ്പീരിയർ ഓർഗാനിസം ഇൻഫീരിയർ ഓർഗാനിസത്തെ ഒഴിവാക്കുന്നതിന്, എലിമിനേറ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുക, കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇത് കൊണ്ടുവന്നത് ആരാ സാറേ, ഗോസാണ്. ഇത് കൊണ്ടുവന്ന ആരാ, ഗോസാണ് മക്കളെ. ഇനി ഇവിടെ പറയുന്നുണ്ട്, 2 ജീവികൾ തമ്മിൽ കഴിവ് കൂടിയവൻ കഴിവ് കുറഞ്ഞവനെ ഒഴിവാക്കും. അതാണല്ലോ കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. എന്നാൽ വേറെ ടൈപ്പ് കോമ്പറ്റീഷൻ ഉണ്ട്. അവിടെ സുപ്പീരിയറും ഇൻഫീരിയറും ഒഴിവാകാതെ 2 പേരും ഒരുമിച്ച് നിന്ന് പോകാനാണ് നോക്കുക. അങ്ങനെ കോമ്പറ്റീഷൻ വഴി ഒരു ജീവിനെ ഒഴിവാക്കാൻ ശ്രമിക്കാതെ രണ്ടും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകാനാണ് ശ്രമിക്കുക. മാർക്ക് ആർത്തർ പറഞ്ഞ റിസോഴ്സ് പാർട്ടീഷനിങ്. അവിടെ വാർബ്ലർ ബേർഡ് വന്നിട്ട് ആ ചെടീനെ 5 ടൈപ്പ് ഒരുമിച്ച് ആക്രമിച്ചാൽ അവിടെ കോമ്പറ്റീഷൻ വരും. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ തടയാൻ എന്താ ബേർഡ്സ് ചെയ്തേ, ആദ്യം 1ാമത്തെ ടൈപ്പ് ബേർഡ് ഒരു ഭാഗം തിന്നും, 2ാമത്തെ വേറൊരു ഭാഗം. അങ്ങനെ കോമ്പറ്റീഷൻ ഒഴിവാക്കാൻ, എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ, കോ എക്സിസ്റ്റ് ചെയ്യുക, എന്താ പറയുക, കോമ്പറ്റീഷൻ നടക്കാതെ എല്ലാവരും ഒരുമിച്ച് അധിവസിച്ച് പോകാൻ അവരെന്ത് ചെയ്തു, അവിടെ ആ ഭാഗത്തെ പാർട്ടീഷൻ ചെയ്തു. അവരവരുടെ ഫുഡിനെ വേർതിരിച്ച് വിഭജിച്ച് അവർ കഴിച്ചു. അതാണ് റിസോഴ്സ് പാർട്ടീഷനിങ് എന്ന് വിളിക്കുക. അത് നടക്കുമ്പോൾ എന്താ പറ്റുക, അവർ തമ്മിൽ കോമ്പറ്റീഷൻ കുറയും, അവർക്ക് ഒരുപാട് നാൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് പോകാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് പോകുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക, കോ എക്സിസ്റ്റൻസ് എന്ന് വിളിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത എക്കോസിസ്റ്റത്തിലേക്ക് വരുമ്പോൾ എന്താ, എക്കോസിസ്റ്റം ഫങ്ഷണൽ യൂണിറ്റ് ആണെന്നാണ് എൻസിആർടിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. പക്ഷെ അത് സ്ട്രക്ചർ യൂണിറ്റ് കൂടാണെന്ന് സമ്മറി പറയുന്നുണ്ട്. എക്കോസിസ്റ്റം ഇസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് കേട്ടോ, രണ്ടുമുണ്ട് കേട്ടോ. എക്കോസിസ്റ്റത്തിൻ്റെ 2 മെയിൻ സ്ട്രക്ചറൽ ഫീച്ചർ ഉണ്ട്. എക്കോസിസ്റ്റത്തിന് സ്ട്രക്ചറും ഫംഗ്ഷനും ഉണ്ട്. സ്ട്രക്ചറിൽ 2 ഫീച്ചറുകൾ ഏതൊക്കെയാ, സ്പീഷീസ് കോമ്പോസിഷൻ, സ്ട്രാറ്റിഫിക്കേഷൻ. സ്പീഷീസ് കോമ്പോസിഷനും സ്ട്രാറ്റിഫിക്കേഷനും എൻസിആർടിൻ്റെ ഉൾഭാഗത്ത് പറയുന്നുണ്ട്. പക്ഷെ അത് രണ്ടും സ്ട്രക്ചറിൻ്റെ 2 ഫീച്ചറാണെന്ന് സമ്മറിയിലാണ് പറയണത്. 2 ഫീച്ചറാണ്, 2 മെയിൻ ഫീച്ചറാണെന്ന് ഇവിടെ പറയുന്നത് സമ്മറിയിലാണ് മക്കളെ പറയുന്നത്. ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് ന്യൂട്രീഷൻ. എവിടെ നിന്നാണ് ഫുഡ് കിട്ടുന്നത്, എവിടെ നിന്ന് ഫുഡ് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ഓർഗാനിസത്തിനും ഓരോ റോളുണ്ട്, ഓരോ ലെവലുണ്ട്. അതിൻ്റെ പേരാണ് ട്രോഫിക് ലെവൽ എന്ന് നമ്മൾ വിളിക്കുക.
അടുത്തത് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്താ? റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ. എത്ര ബയോമാസ് ഉണ്ടാക്കി, അത് നമ്മൾ ഉള്ളിൽ പഠിച്ചത്. എന്നാൽ വേറൊരു ഡെഫിനേഷൻ കൂടെ ഉണ്ട്. പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്താ? റേറ്റ് ഓഫ് ക്യാപ്ചർ ഓഫ് സോളാർ എനർജി. ഒരു പ്ലാന്റ് എത്രമാത്രം ലൈറ്റിനെ സൺലൈറ്റിൽ നിന്ന് വലിച്ചെടുക്കുന്നു, ആ റേറ്റ്, ആ സ്പീഡിൻ്റെ പേരാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ ഓക്കെയാ. എന്നാൽ വേറെ ഡെഫിനേഷൻ എന്താ? റേറ്റ് ഓഫ് സൺലൈറ്റ് ക്യാപ്ചർ അല്ലെ റേറ്റ് ഓഫ് ക്യാപ്ചർ ഓഫ് സോളാർ എനർജി, അതും പ്രൈമറി പ്രൊഡക്ടിവിറ്റിയാ. റേറ്റ് ഓഫ് ക്യാപ്ചർ ഓഫ് സോളാർ എനർജി ഓർ ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ബയോമാസ്. ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? ബയോമാസ്. ടോട്ടൽ എത്ര എനർജി വലിച്ചെടുത്തു, അല്ലെ ടോട്ടൽ എത്ര ബയോമാസ് ഉണ്ടാക്കി, ആ ടോട്ടൽ എന്ന വാക്ക് വന്നാൽ അതെന്തായി? GPP ആയി. ടോട്ടൽ എന്ന വാക്ക് വന്നാൽ GPP ആയി. റിമൈനിങ് എന്ന വാക്ക് വന്നാൽ NPP ആയി. അത് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഡെഫിനേഷൻ തന്നിട്ട് GPP എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ആ ഡെഫിനിഷനിൽ ടോട്ടൽ എന്ന് കാണും. NPP എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ആ ഡെഫിനിഷനിൽ റിമൈനിങ് എന്ന് കാണും. GPPക്ക് ടോട്ടൽ കാണും, NPPക്ക് റിമൈനിങ് എന്ന് കാണും. ഫ്രാഗ്മെന്റ് ഡീകമ്പോസിഷനിൽ 5 സ്റ്റെപ്പ് ഉണ്ട്. പക്ഷെ സമ്മറിയിൽ 5 ആദ്യത്തെ 3 സ്റ്റെപ്പേ പറയുന്നുള്ളൂ. ഇറ്റ് ഇൻവോൾവ് 3 പ്രോസസ്. 3 അല്ല 5 ഉണ്ട്, പക്ഷെ 3 പറയുന്നുള്ളൂ. കാരണം ആ 3 ഡെറ്റി ടെസ്റ്റ് നടക്കുക. ഹ്യൂമിഫിക്കേഷനും മിനറലൈസേഷനും സോയിലാണ് നടക്കുക. അതുകൊണ്ട് ആ 2 പേര് അവർ പറഞ്ഞിട്ടില്ല. ആദ്യത്തെ 3 സ്റ്റെപ്പേ പറഞ്ഞിട്ടുള്ളൂ. ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം. 3 പ്രോസസ്സ് എന്ന് പറയുന്നു, പക്ഷെ 5 പ്രോസസ്സ് ടോട്ടൽ ഉണ്ട്. രണ്ടാമത്തെ ലീച്ചിങ്ങും ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഹ്യൂമിഫിക്കേഷനും മിനറലൈസേഷനും അവർ സോയിലിൽ നടക്കുന്നതുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് 3 ഡെറ്റി ടെസ്റ്റിന്റെ മുകളിൽ നടക്കുക. ന്യൂട്രിയൻ്റ് സൈക്കിളിനെ കുറിച്ച് പറയുന്നുണ്ട്. NCERT ഔട്ടാണ് പഠിക്കണം എന്നില്ല. 2 ടൈപ്പ് ഉണ്ട്. ഒന്നെന്താ? ഗ്യാഷ്യസ്, സെഡിമെൻ്ററി. അറ്റ്മോസ്ഫിയറിൽ നടക്കുന്നത് ഗ്യാഷ്യസ് ആണെങ്കിൽ എർത്ത് ക്രസ്റ്റിൽ നടക്കുന്നത് സെഡിമെൻ്ററി ആണ്. അന്ന് ഓർത്ത് വെച്ചാൽ ഇത് ഡിലീറ്റഡ് ആണ്. ഈ ഭാഗം പഠിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ന്യൂട്രിയൻ സൈക്കിളിൽ പഠിക്കണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇത്രയും ഭാഗമാണ് നമ്മുടെ ബോട്ടണിയിൽ ആദ്യത്തെ 10-15 ചാപ്റ്ററിൻ്റെ സമ്മറി പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. ചിലപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഓൾറെഡി പഠിച്ച് വെച്ചതായിരിക്കും. ഓക്കെ, നല്ലപോലെ പഠിക്കുക. എന്തെങ്കിലും പുതിയതായിട്ട് അറിവുകൾ കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നതോടെ ഒന്ന് പറഞ്ഞേക്കണേ മക്കളെ. ഓക്കെ, അപ്പോൾ ഇനി വേറെ ഒന്നും വായിക്കാൻ നിൽക്കേണ്ട. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഒരു 10-20 പോയിന്റ് കാണും. ആ പോയിന്റ് പഠിച്ചാലോ സമ്മറിയും തീർന്നു മക്കളെ. പിന്നെ ടെൻഷൻ അടിക്കണ്ട. ഞാൻ പഠിപ്പിച്ച് 20 പോയിന്റ്, ഇപ്പോൾ 20 മിനിറ്റ് ആയിരിക്കും വീഡിയോ. 20 മിനിറ്റ് കൊണ്ട് 20 പോയിന്റ് പഠിച്ച് തീർത്താൽ പിന്നെ സമ്മറിക്കകത്ത് ഒന്നും വായിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട. പഠിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ.